ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇത്ര പ്രാർത്ഥിക്കുന്നു, ഞാൻ ഇതെല്ലാം ചെയ്യുന്നു, എന്നിട്ട് എനിക്കെന്താ നന്മ വരാത്തതെന്ന്. പക്ഷെ അവർ പ്രാർത്ഥിക്കുന്നില്ല, അവർ നന്മയൊന്നും ചെയ്യുന്നില്ല, പക്ഷെ അവർ നല്ലപോലെ വളരുന്നു. ദുഷ്ടന്മാർക്ക് ഒരു ആപത്തും വരുന്നില്ലല്ലോ, നന്മ ചെയ്യുന്ന എനിക്ക് മാത്രം എന്താ ആപത്ത് വരുന്നതെന്ന് ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു വചനവുമായാണ് വന്നിരിക്കുന്നതെന്ന്. നമുക്ക് നമ്മുടെ ശ്രദ്ധ സങ്കീർത്തനം 37 തിരിക്കാം. സങ്കീർത്തനം 37 നമ്മൾ 1-2 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. അപ്പോൾ എന്തോ കർത്താവിൻ്റെ വചനം നമ്മൾ പഠിപ്പിക്കുന്നത്? നീ അവരുടെ വളർച്ച കണ്ട് മുഷിയരുത്. അവർ പുല്ലുപോലാണ്, അവർ വേഗത്തിൽ വാടിപ്പോകുന്നതും ഉണങ്ങിപ്പോകുന്നതുമാണ്. നിനക്ക് ഇന്ന് കാണുന്ന കഷ്ടം അത് മാറിപ്പോകുന്നതാണ്. നീ കർത്താവിൽ വിശ്വസിക്കുക. നിനക്ക് കർത്താവ് എന്തുവാണോ വെച്ചിരിക്കുന്നത് അതിൽ സന്തോഷിക്കുക. ബി ഹാപ്പി ഇൻ വാട്ട് യു ഹാവ് ആൻഡ് ഡു നോട്ട് ബി ജലസ് സീയിങ് ദ ഡീഡ്സ് ഓഫ് ദ വിക്കഡ് പീപ്പിൾ. വാട്ട് ഡസ് ഇറ്റ് സേ ഇൻ Psalms 37 verse 1 and 2? It reads like this. One second, I will read. Do not fret because of evildoers. Be not envious towards wrongdoers, for they will wither quickly like the grass and fade like green herbs. അവർ പുല്ലുപോലെയാണ്, അത് വേഗത്തിൽ ഉണങ്ങിപ്പോകും, വേഗത്തിൽ വാടിപ്പോകും. നമുക്കൊരു ഉറപ്പുണ്ട്. നമ്മൾ എവിടെ നിൽക്കുന്നത്? ഉറപ്പുള്ള ശാശ്വതമായ പാറയായ ക്രിസ്തുവിൽ നമ്മൾ വാടത്തില്ല, നമ്മൾ ഉണങ്ങത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം. ബൈ.